ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കത് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 36 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ശീമോൻ പത്രോസിനോട് കർത്താവ് പറയുന്ന വചനങ്ങൾ, ശീമോൻ പത്രോസ് കർത്താവിനോട് ചോദിക്കുന്ന വചനങ്ങളെക്കുറിച്ചൊക്കെ അവിടെ എഴുതിയിരിക്കുന്നു. നമുക്കൊന്ന് വായിക്കാം. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല, പിന്നീട് നീ എന്നെ അനുഗമിക്കും. നോക്കിക്കേ, അവിടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പിന്നീട് നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. അവിടെ കർത്താവിൻ്റെ ആദ്യത്തെ വരവിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന സമയത്ത് പത്രോസിന് കൂടെ പോകുവാൻ കഴിയുകയില്ല. കർത്താവ് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ദൈവം പറയുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ അനേകം വാസസ്ഥലങ്ങൾ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പിന്നെ പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് പിന്നെയും വരുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തിന് വരവിനായിട്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ? പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നുള്ള വചനം നമുക്ക് അതിൽ പ്രവേശിപ്പാൻ നമുക്ക് കഴിയുമോ? നമുക്ക് വേണ്ടി നമ്മൾ അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? ഇതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വന്ന് നമ്മളെ ചേർത്തുകൊണ്ട് പോകുവാൻ, ശിഷ്യന്മാരെ മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിൽ ഇന്നുവരെയും വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുവാനാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. അതുകൊണ്ട് നമുക്കും ആ വരവിൽ കർത്താവിനോടൊപ്പം പോകുവാൻ തക്കവണ്ണം വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രത്യാശയിലും നമുക്ക് ജീവിക്കാം. നീതീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നീതിയിലും വിശ്വാസത്തിൽ വർദ്ധിച്ച്, വിശുദ്ധി പ്രാപിച്ച്, നീതീകരണം പ്രാപിച്ച്, കൃപ പ്രാപിച്ച് ഈ ലോകത്തിൽ സമാധാനത്തോടെ ദൈവകൃപയോടെ ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഒരുക്കുമാറാകട്ടെ. നമ്മളും മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ എനിക്കും പോകണമെന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.